സ്നേഹാഭിവാദ്യങ്ങൾ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ഇരിക്കാൻ സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പല പ്രദേശങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വിശ്രമിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഹൈവേയുടെ വികസനം, റോഡുകളുടെ വികസനം. അപ്പോൾ അതിൻ്റെ ഓരത്തൊക്കെ നമ്മൾ ഒരു തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് തണലുണ്ടാക്കി അതിൻ്റെ താഴേക്ക് ഇരുന്ന് പല വാടകയൊക്കെ കിട്ടിയാൽ ഓടിപ്പോയിരുന്ന ആളുകളൊക്കെ ആ മരങ്ങളൊക്കെ പോയി കൊടും ചൂട്ടത്ത് ഇരിക്കേണ്ടി വരുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ പേട്ടയിൽ നിന്നില്ലെങ്കിലും ഓൺലൈനിലായിട്ട് വാടകയ്ക്ക് പോകാൻ കഴിയാവുന്ന പുതിയ സാഹചര്യം പ്രയോജനപ്പെടുത്തുന്ന പ്രത്യേക തൊഴിലാളികൾ, അങ്ങനെല്ലാം കൂടി ചേർന്ന് പൊതുവിൽ സ്ഥിരമായി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഉപഭോക്താക്കൾക്ക് സുതാര്യമായും ഏറ്റവും ഗുണനിലവാരത്തിലും സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണെങ്കിൽ തന്നെ ലീഗൽ മെട്രോളജിയുടെ ഭാഗമായി ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ പരാതികളായിക്കോട്ടെ, ലൈസൻസ് പുതുക്കലായിക്കോട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈൻ സംവിധാനം വന്നതിൻ്റെ ഭാഗമായി ഈ കാര്യപരിപാടിയിലെ അധ്യക്ഷ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി അശ്വതി ബിബി, മുഖ്യാതിഥികളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരായിട്ടുള്ള അളകാപ്പനകര ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീമതി ഭാഗ്യവതി ചന്ദ്രൻ, നെന്മണിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഇവിടെ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ ശ്രീ മാധവൻ, ശ്രീ സന്തോഷ് കണ്ടക്കണ്ട്, ശ്രീ കൃഷ്ണകുമാർ, കേൾക്കൂട്ടിലെത്തി ഏരിയ 31, എയർപോർട്ടിലെത്തി AV 2531. എല്ലാവരും പാട്ടാ, എല്ലാവരും എത്തിക്കോട്ടാ, എല്ലാവരും വിളിക്കാം. കഴിച്ചിട്ട്